ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിട്ടിക്കൽ ടെക്കിൻ്റെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. പലരും ചോദിക്കാറുണ്ട്, എന്താണ് നമ്മളെ മെന്ററിംഗ് ബാച്ചുകാർക്ക് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു, അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ സപ്പോർട്ടീവായിട്ട് കൊടുക്കുന്നു, പഠിപ്പിക്കുന്നത് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് പല ആൾക്കാരും എനിക്ക് പേഴ്സണലി വിളിക്കാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്, ചോദിക്കാറുണ്ട്. സോ ഞാൻ എൻ്റെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിച്ച് വരുന്ന മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോയെ ഇൻഡെപ്ത് അനലൈസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 10-25ഓളം മുകളിലോളം സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഓരോ മാർക്കറ്റിനും എങ്ങനെ ട്രേഡ് ചെയ്യണം എന്ന രീതിയിലുള്ള സ്ട്രാറ്റജീസ് ആണ്. അത് ഞാൻ നിങ്ങളെ ആയിട്ടുള്ള മാർക്കറ്റ് പ്രൊഫൈൽ ഓർഡർ ഫ്ലോ പഠിപ്പിച്ചതിന് ശേഷം ഈ സ്ട്രാറ്റജിയും കൂടെ പഠിപ്പിച്ചിട്ടായിരിക്കും നിങ്ങളെ ഞാൻ എന്താണ് ഈ മാർക്കറ്റിന്റെ ട്രേഡിംഗ് സിസ്റ്റത്തിലേക്ക് എവോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഇറക്കുന്നത്. ഇതൊന്നാമത്തെ ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ ഈ സ്ട്രാറ്റജി എങ്ങനെ ഉപയോഗിക്കണം, എന്തൊക്കെ മാർക്കറ്റിൽ എന്തൊക്കെ കാര്യത്തിൽ ഉപയോഗിക്കണം, എപ്പം ട്രേഡ് ചെയ്യണം, എങ്ങനെ ട്രേഡ് ചെയ്യണം എന്നൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൊടുക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളെ സംബന്ധിച്ച് മോർണിംഗിൽ നമ്മൾ കാലത്ത് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം മോർണിംഗിൽ നമ്മളെ മാർക്കറ്റ് ഞാനിപ്പോൾ കഴിഞ്ഞ ഫ്രൈഡേയിൽ കാണിച്ച ഒരു മെസ്സേജ് അയക്കും നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഫ്രൈഡേയിൽ നമ്മളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു ട്രേഡ് പ്ലാൻ ഞാൻ കൊടുക്കാറുണ്ട്. ആ ട്രേഡ് പ്ലാൻ എന്ന് പറയുന്നത് അത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ട്രേഡ് പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മളെ മാർക്കറ്റ് പ്രൊഫൈൽ വെച്ചുള്ള ഒരു എക്കോ സിസ്റ്റം ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് പ്രകാരം നമ്മൾ ഇൻസ്ട്രുമെന്റ് നിഫ്റ്റി ആയിക്കോട്ടെ, ബാങ്ക് നിഫ്റ്റി ആയിക്കോട്ടെ, മിഡ് ക്യാപ്പ് ആയിക്കോട്ടെ, അതിന്റെ കൂടെ സെൻസെക്സും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൽ കൃത്യമായിട്ട് എന്താണ് പറയുന്നത്, ഒരു ഒരു മാർക്കറ്റ് പ്രൊഫൈൽ വെച്ചുള്ള ഒരു സ്ട്രക്ചർ ആയിട്ടുള്ള ഒരു ബുള്ളിഷ് റെഫറൻസും ആ ബുള്ളിഷ് റെഫറൻസിന് മുകളിൽ മാർക്കറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ വരും, അതുകൂടാതെ മാർക്കറ്റ് പ്രൊഫൈലിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഓർഡർ നിങ്ങൾ നോക്കിയാൽ മാർക്കറ്റ് പ്രൊഫൈലിനെ ബേസ് ചെയ്തുള്ള ഒരു തിയറി എന്താണ്, ഈ ഒരു 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 ലെവലിന് മുകളിൽ മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ അതിനകത്ത് ഈ വരും താഴെ എന്താണ് 24,480 ബിലോ 24,4 അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ഒരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് കൊടുക്കും. അതിന്റെ കൂടെ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഞാൻ ട്രേഡ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഓപ്ഷൻസിന്റെ ഒരു ടേബിൾ ഞാൻ തലേദിവസം രാത്രിയെ തയ്യാറാക്കി വെക്കും. ആ തയ്യാറാക്കി വെച്ച ഓപ്ഷൻസ് വെച്ചുള്ള എന്താണ് ഓപ്ഷൻസ്, അതിന്റെ ഏത് ട്രേഡ് സ്ട്രൈക്ക് ആയിരിക്കും, ആ സ്ട്രൈക്കിൽ വരുന്ന ഓപ്ഷൻസ് എന്താണ്, അതിന്റെ എൻട്രി എപ്പോൾ, എക്സിറ്റ് എപ്പോൾ, അങ്ങനെയുള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ വച്ചുള്ള ഒരു ക്ലിയർ റിപ്പോർട്ടായിരിക്കും ഞാൻ എന്ത് ചെയ്യണത്, നമ്മുടെ മെമ്പേഴ്സിന് കൊടുക്കുന്ന ഒരു റിപ്പോർട്ട്. അതിന്റെ കൂടെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അതിന്റെ കൂടെ വരുന്ന സമയത്ത് നമ്മൾ ലൈവ് മാർക്കറ്റിലായിട്ടുള്ള കുറേ സപ്പോർട്ടീവ് ആയിട്ട് കൊടുക്കും. ലൈവ് മാർക്കറ്റ് സപ്പോർട്ട് ചെയ്താൽ മാർക്കറ്റിന്റെ സ്ട്രക്ചർ എന്താണ്, നിഫ്റ്റിയുടെയും ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, പല ആൾക്കാരും എന്തുവാണ് പല പല ഡൗട്ട്സുകളും പല കാര്യങ്ങളും ചോദിക്കാറുണ്ട്. അതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെച്ചുകൊണ്ട് ആ ഒരു റിപ്പോർട്ട് കൃത്യമായി അനലൈസ് ചെയ്ത് കൊടുക്കും. അതിന്റെ കൂടെ വ്യക്തമായി നിങ്ങൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇക്വിറ്റിയിൽ ഉപയോഗിക്കുന്ന നമ്മൾ ഉപയോഗിക്കുന്ന സ്വിംഗ് ട്രേഡ്സ് ഞാൻ നിങ്ങൾക്ക് നോക്കിയാൽ കൃത്യമായി നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ഒരു ഇക്വിറ്റിക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്വിംഗ് ട്രേഡ്സ് എവിടെയാണ്, അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ ട്രെൻഡ് ഞാൻ എടുക്കാൻ പോകുന്ന ഷെയർസുകൾ എന്തൊക്കെയാണ്, ആ ഷെയർസിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ട്രെൻഡ് ഞാൻ എടുക്കുന്ന ഷെയർ, അപ്പോൾ ഞാൻ എടുക്കുന്ന ഷെയറാണ്, അതിന് ആ ഷെയറിന്റെ കൃത്യമായിട്ടുള്ള സിംഗിന് ട്രേഡ് വരും. അതിന്റെ ടാർഗറ്റ് അടക്കമായിരിക്കും ഞാൻ നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് ചെയ്യുന്നത്. അതിന്റെ കൂടെ ലൈവായിട്ട് റണ്ണിങ് മാർക്കറ്റ് പ്രൊഫൈലിലെ ബേസ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജികളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ട്രേഡബിൾ ആക്ഷൻ റിപ്പോർട്ടായിരിക്കും കൃത്യമായിട്ട് നിങ്ങൾക്ക് തരുന്നത്. സോ അപ്പം നിങ്ങളൊരു മെന്ററിംഗ് ബാച്ച് ഞാൻ പലരും ചോദിക്കും, സാറേ മെന്ററിംഗ് ബാച്ച് 1 മാസമാണോ, അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകളുണ്ട്. അത് ഒരു 10 അതായത് ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ കൃത്യമായിട്ട് ലൈവിൽ മാർക്കറ്റിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചുകൊണ്ട് ട്രേഡ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. രണ്ടാമത് ഓൺലൈൻ ക്ലാസ്സുകളുണ്ടാവും. ഓൺലൈൻ ക്ലാസ്സുകൾ ആയിട്ട് മാർക്കറ്റ് പ്രൊഫൈൽ നിങ്ങൾ പഠിക്കണമെങ്കിൽ മിനിമം നിങ്ങൾ എൻ്റെ കൂടെ ഒരു 3 മാസമെങ്കിലും ലൈവ് മാർക്കറ്റിൽ ഇരിക്കണം. സോ ഒരു 3 മാസം തൊട്ട് ഇന്റൻസീവ് ആയിട്ടുള്ള 6 മാസം വരെ അടങ്ങിയ ഒരു പ്രോഗ്രാം ആയിരിക്കും മാർക്കറ്റ് പ്രൊഫൈലിന്റെ ഓർഡർ ഫ്ലോയുടെയും അടങ്ങിയ ഒരു സിസ്റ്റത്തിൽ ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതിന്റെ കൂടെ നിങ്ങൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടും, ആ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ഒരു ട്രേഡ് പ്ലാൻ കാണും, നിങ്ങൾക്ക് വ്യക്തമായ ഒരു ട്രേഡ് പ്ലാൻ കാണും. ഇന്ന് എല്ലാ ദിവസവും രാത്രി ഈ 9 മണിക്ക് എൻഡ് ഓഫ് ദ ഡേ റിപ്പോർട്ട്, അന്ന് സംഭവിച്ച മാർക്കറ്റിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ സംഭവിച്ചു, എന്തൊക്കെ വീക്ക്നെസ് സംഭവിച്ചു, എന്തൊക്കെ ട്രേഡ്സ് നമുക്ക് ആക്റ്റീവായി, അത് എന്തൊക്കെ ട്രേഡ് കിട്ടി, നാളത്തേക്ക് എങ്ങനത്തെ ട്രേഡൊക്കെ എടുക്കാന്നുള്ള വ്യക്തമായ റിപ്പോർട്ട് നമ്മൾ രാത്രി തയ്യാറാക്കും. അതനുസരിച്ചുള്ള ട്രേഡ് പ്ലാൻ ആയിരിക്കും നിങ്ങൾക്ക് പിറ്റേന്ന് കാലത്ത് തരുന്നത്. ആ ട്രേഡ് പ്ലാൻ വെച്ച് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും. അപ്പം ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയ നിങ്ങളൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട്. എന്ത് ചെയ്യണം, എന്ത് വന്നാൽ നിങ്ങൾക്ക് എങ്ങനെ എടുക്കുന്ന ഒരു വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ്,
ഒരു ഓപ്ഷൻസിന് ടേബിൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പം ഈ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇതിന് മുകളിൽ വന്നാൽ ഇങ്ങനെ ട്രേഡ് ചെയ്യാൻ പറ്റും. ടാർഗറ്റ് ഇതാണെന്ന് കൃത്യമായിട്ടുള്ള ഒരു ഓപ്ഷൻ ടേബിൾ പ്രൊവൈഡ് ചെയ്യും. അതിൻ്റെ കൂടെ ലൈവായിട്ട് റണ്ണിങ്ങിൽ എന്തെങ്കിലും ട്രേഡ്സ് ഉണ്ടെങ്കിൽ, ഞാൻ എടുക്കുന്ന ട്രേഡ്സ് ഉണ്ടെങ്കിൽ അത് കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരും. മൂന്നാമത്, നമ്മുടെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, ഏറ്റവും ലാസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് രീതിയിൽ പറയുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് മാർക്കറ്റ് പ്രൊഫൈലിലും ഓർഡർ ഫ്ലോയും ബേസ് ചെയ്തിട്ടുള്ള ട്രേഡിംഗ് സ്ട്രാറ്റജി നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ ലൈവ് മാർക്കറ്റിൽ അത് സംഭവിക്കുന്ന സമയത്ത് എടുക്കുന്നത് കൃത്യമായിട്ട് നിങ്ങളടുത്ത് പറയും. ഫോർ എക്സാമ്പിൾ, ഫ്രൈഡേയിൽ സംഭവിച്ച ഒരു മാർക്കറ്റ് പ്രൊഫൈൽ വെച്ച് നോക്കുകയാണെങ്കിൽ ദിസ് ഈസ് എൻ ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് ആണ്. നമുക്കൊരു ക്ലാരിറ്റിയോടുകൂടി കിടിലം ട്രേഡ് സെറ്റപ്പ് ഉണ്ട്. നമ്മളെ സംബന്ധിച്ച് A+ കാറ്റഗറിയിൽ വരുന്ന ട്രേഡ് സെറ്റപ്പാണ് ഈ ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ്. അതുകൂടാതെ ഫെയിലുവർ, അതുകൂടാതെ ഫെയിലുവർ, അങ്ങനെ മാർക്കറ്റ് പ്രൊഫൈലിനെ സംബന്ധിച്ചുള്ള ഓർഡർ ഫ്ലോ സംബന്ധിച്ചുള്ള എല്ലാ ട്രേഡിംഗ് സ്ട്രാറ്റജീസും നിങ്ങളെ പഠിപ്പിക്കുന്നത് മാത്രമല്ല, ലൈവായിട്ട് ആഴ്ചയിൽ ഞാൻ 3 ദിവസമെങ്കിലും മിനിമം നിങ്ങളെ കൂടെ ഇരുന്ന് നിങ്ങൾക്ക് അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം, എങ്ങനെ ലൈവ് മാർക്കറ്റിൽ റീഡ് ഔട്ട് ചെയ്യണമെന്ന് കൃത്യമായി നിങ്ങളെ പറഞ്ഞുതരും. സോ മാർക്കറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു ബൃഹത്തായ ഒരു ടെക്നിക്കലിസ്റ്റ് ടൂള് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി തരും. എങ്ങനെ ട്രേഡ് ചെയ്യണം, എപ്പം ട്രേഡ് ചെയ്യണം, എന്ത് ട്രേഡ് ചെയ്യണം. ഓർഡർ ഫ്ലോ നിങ്ങൾക്ക് എന്ത് തരും? ഓർഡർ ഫ്ലോ കൃത്യമായി നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ തരും. എന്താണ് മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു, അല്ലെങ്കിൽ മാർക്കറ്റിൽ വോളിയം ഉണ്ടോ, വോളിയം ഇല്ലേ എന്നൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഓർഡർ ഫ്ലോ വെച്ച് നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് നിങ്ങളെ ക്വാണ്ടിറ്റി ഡിസൈഡ് ചെയ്ത് റിസ്കിനെ മാനേജ് ചെയ്ത് നിങ്ങൾക്ക് ട്രേഡിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. സോ ഇതെല്ലാം കൂടെ അടങ്ങിയ ഒരു ബൃഹത്തായ ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു മെന്ററിംഗ് ബാച്ചാണ് എനിക്കുള്ളത്. ദ ബാച്ച് വിൽ ബി കണ്ടക്ടിങ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് മലയാളം ഉണ്ട്. സോ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ തമിഴിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. ഹാപ്പി ട്രേഡിംഗ്, ഹാപ്പി ഡേ ടു ഓൾ ടു മൈ ട്രേഡിംഗ് ഫ്രണ്ട്സ്.